അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1487, സൂറത്തുൽ ഇസ്റാ 15-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. മനിഹ്തദ, ആരെങ്കിലും സന്മാർഗം സിദ്ധിച്ചവരായാൽ, ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, അവൻ സന്മാർഗം സ്വീകരിച്ചത് അവന് വേണ്ടി തന്നെയാണ്, അഥവാ അതിന്റെ ഗുണം അവൻ തന്നെയാണ് അനുഭവിക്കുക. ഒന്നല്ല, ആരെങ്കിലും വഴികേട് തെരഞ്ഞെടുത്താൽ ഫഇന്നമാ യളില്ലു അലൈഹ, അവൻ വഴികേടിലാവുന്നത് ആ ശരീരത്തിനെതിരിൽ തന്നെയാണ്, അഥവാ അതുകൊണ്ടുണ്ടാവുന്ന ദുരിതം, ശിക്ഷകൾ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. വലാ തസ്റു വാസിറത്തുൻ, ഒരു കുറ്റവാളിയായ ശരീരവും ഏറ്റെടുക്കില്ല, വിസ്റ ഉഖ്റ, മറ്റൊരു കുറ്റവാളിയുടെ കുറ്റങ്ങൾ ഏറ്റെടുക്കില്ല. വമാ കുന്നാ മുഅദ്ദിബീന, നാം ശിക്ഷിക്കുന്നവരും അല്ല, ഹത്താ നബഅസ റസൂല, ഒരു പ്രവാചകനെ നാം നിയോഗിച്ച് അവർക്ക് സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതുവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും അത് വായിച്ചു നോക്കാൻ ഓരോരുത്തരോടും പറയുകയും നിങ്ങളുടെ വിചാരണക്ക് ഇന്ന് നിങ്ങൾ തന്നെ മതിയെന്ന് അല്ലാഹു തആല സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ മുമ്പത്തെ സൂക്തത്തിൽ ഓരോരുത്തരുടെയും വിജയപരാജയത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ അവരോടൊപ്പം തന്നെ നിലകൊള്ളുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വിശദാംശം തന്നെയാണ് ഈ സൂക്തത്തിലും പറയുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിലും എന്തൊക്കെ നടക്കുന്നു, ആ നടക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതൊക്കെ അവരുടെ വിജയപരാജയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരാൾ ശരിയുടെയും നന്മയുടെയും റൂട്ട് സെലക്ട് ചെയ്യുകയും അതിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അദ്ദേഹത്തിന് ആവോളം ആസ്വദിക്കാൻ അല്ലാഹു തആല പരലോകത്ത് അവസരം നൽകും. അതേസമയം എനിക്ക് ഈ സന്മാർഗമൊന്നും ആവശ്യമില്ല, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ അഭിലാഷങ്ങൾ, എന്റെ താൽപര്യങ്ങൾ, ഇതൊന്നും സത്യത്തിനും ശരിക്കും വേണ്ടി ബലി കഴിക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുക, നിയന്ത്രണങ്ങളെ വെട്ടിമാറ്റുക, ഇതാണ് എന്റെ സ്റ്റൈൽ എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ അത്തരത്തിലുള്ള വഴിവിട്ട ജീവിതത്തിന്റെ ദുരിതങ്ങൾ അവൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അഥവാ ആ വിധത്തിൽ അവന്റെ ജീവിതത്തെ അവൻ നിരുത്തരവാദപരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകൾ, അതനുഭവിക്കുന്നതും അതിന്റെ പേരിൽ വിഷമം സഹിക്കുന്നതും അവൻ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധിച്ച ഒരാളെയും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു റൂട്ടിലേക്ക് ചേർക്കുന്ന പണിയില്ല. കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുക. അത് പറഞ്ഞു കൊടുത്തിട്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ഒരാൾ അത് സെലക്ട് ചെയ്യാൻ തയ്യാറല്ല, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചോളാം, നിങ്ങളുടെ വയലൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ ഞാൻ സ്വയം നാശം ഏറ്റുവാങ്ങിക്കോളാം എന്നുള്ള ഒരു വല്ലാത്ത അപകടം ഏറ്റുകൊള്ളാനുള്ള അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഹതഭാഗ്യനായിട്ടുള്ള മനുഷ്യൻ എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നാവുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന തിരിച്ചറിവാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറ്റവും ആദ്യം വേണ്ടത്. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിരാക്ഷസനായ മനുഷ്യനെന്ന് പറയുന്നത് അവന്റെ ജീവിതത്തെ കൃത്യമായി വിചാരണ നടത്തി മരണശേഷമുള്ള ജീവിതം സുഖകരമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. അതേസമയം വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്, കഴിവുകെട്ടവൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറയുന്നത്
അവന്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അള്ളാഹു എന്നെ ശിക്ഷിച്ചേക്കില്ല എന്ന് വെറുതെ ആഗ്രഹം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവനാണ്. അപ്പൊ നമ്മൾ ബുദ്ധിരാക്ഷസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമോ, കഴിവുകെട്ട് പരലോകം അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരിൽ ഉൾപ്പെടണോ എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. എല്ലാതും ഓരോരുത്തർക്കും തീരുമാനിക്കാം. കാരണം അല്ലാഹു തആല ഈ ലോകത്ത് ജബർ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അതായത് നിർബന്ധിച്ച ഒരു ഓപ്ഷന്റെ പിന്നാലെ കൂടണം, അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് ചോയ്സ് ഇല്ല, അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊരു നിലപാടല്ല റബ്ബ് എടുക്കുന്നത്. മറിച്ച് അല്ലാഹു തആല ശരിയും തെറ്റും ഇവിടെ കൃത്യമായി വിവരിച്ചു. അത് വിവരിക്കാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. പ്രവാചകന്മാരുടെ കാലശേഷം അതേ ദൌത്യം നിർവഹിച്ചുകൊണ്ട് മതത്തിന്റെ കാവൽപ്പട്ടാളമായി അല്ലാഹു തആല ഓരോ കാലഘട്ടത്തിലും ഏൽപ്പിക്കുന്ന പണ്ഡിതന്മാർ ആ വിഷയം ഭംഗിയായി നിർവഹിച്ചു. ശരി ഇന്നതാണ്, തെറ്റിന്നതാണ്, ശരിയുടെ റൂട്ട് സെലക്ട് ചെയ്താൽ ഇന്ന പ്രതിഫലം ലഭിക്കുമെന്ന വാഗ്ദാനം, തെറ്റിന്റെ റൂട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇவ்விധത്തിലുള്ള ശിക്ഷകൾ ലഭിക്കുമെന്ന താക്കീത്. ഇനി ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാമെന്ന് വിശേഷബുദ്ധി നൽകിയ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞാൽ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചിന്താശേഷി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും തന്നെ തെറ്റ് തെരഞ്ഞെടുക്കില്ല. ശരി തെരഞ്ഞെടുക്കാനും തെറ്റ് തെരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യം അവന്റേതാണ്. ഏതെങ്കിലും ഒന്നേ ഇതേ സെലക്ട് ചെയ്യാവൂ എന്ന അർത്ഥത്തിൽ അവരെ നിർബന്ധിക്കുന്ന ശൈലി ഇവിടല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ കുറ്റവാളിയായാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുത്തേ പറ്റൂ. ഒരാൾ നന്മകൾ ചെയ്യുന്ന ആളായി മാറുന്നുവെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അവന് തേടിയെത്തുക തന്നെ ചെയ്യും. അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുവിന്റെ അത്ര നന്മ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലവും, ഒരു അണുവിന്റെ അത്ര തിന്മ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ശിക്ഷയും അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും സുതാര്യമായ നിലപാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഓരോ നിമിഷവും ചിന്തിക്കണം, ഓരോ ഘട്ടത്തിലും ആലോചിക്കണം. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് നമ്മൾ വെക്കുമ്പോൾ പടച്ചോനെ ഇതെന്റെ ആഖിറത്തെ എങ്ങനെ ബാധിക്കും എന്ന് കൃത്യമായി ആലോചിക്കണം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്ബോധനം. മനിഹ്തദ, ആരെങ്കിലും സന്മാർഗത്തിലാവുന്നുവെങ്കിൽ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, അവന് വേണ്ടി തന്നെയാണ് സന്മാർഗത്തിലാവുന്നത്, അഥവാ അതിന്റെ ബെനിഫിറ്റ് അവനാണ്. ഫഇന്നമാ തഊദു മൻഫഅതു ഇഹ്തിദാഇഹി ഇലാ നഫ്സിഹി ലാ തതഅദ്ദാഹു ഇലാ ഗൈരിഹി. ബഹുമാനപ്പെട്ട ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരാളുടെ ഗുണങ്ങൾ അത് അവൻ തന്നെയാണ് അനുഭവിക്കാനുള്ളത്, മറ്റൊരാളിലേക്കും അത് പോകുന്നില്ല. അതേസമയത്ത് വമൻവല്ല, വഴികേടിലാവാനാണ് ഒരാളുടെ തീരുമാനമെങ്കിൽ ഫഇന്നമാ യളില്ലു അലൈഹ, അവനെതിരിൽ തന്നെയാണ് അവൻ വഴികേട് സ്വീകരിക്കുന്നത്. കാരണം ഫഇന്ന വബാല വലാലിഹി അലാ നഫ്സിഹി, അവന്റെ വഴികേടിന്റെ ദുരിതം അത് അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അല്ലാതെ അവനോട് ആരെങ്കിലും പറഞ്ഞു ഈ അങ്ങനെ ചെയ്തോ, അപ്പൊ അത് കേട്ടിട്ട് ഓൻ പറഞ്ഞത് കേട്ടിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കുറ്റം ഏറ്റെടുക്കാൻ ആ പറഞ്ഞവനുണ്ടാവില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചവരുണ്ടായിരുന്നു. ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങളങ്ങ് ചെയ്തോളൂ എന്ന് പറയുന്നവരുണ്ടാകും. അവരുടെ വാക്കും കേട്ട് വേണ്ടാത്തരങ്ങളും തിന്മകളും ചെയ്ത് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എല്ലാ തിന്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശാൻ ഇബിലീസല്ലേ? ആ ഇബിലീസ് പോലും പരലോകത്ത് വരുമ്പോ ആളുകളൊക്കെ നിന്നെ അംഗീകരിച്ചതിന്റെ പേരിലല്ലേ ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോ അവൻ പോലും പറയുമെന്ന് ഖുർആനിൽ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടില്ലേ? എന്താണ്? ഇന്നല്ലാഹ വഅദകും വഅദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അല്ലാഹു തആല സത്യമായി പുലർത്തി. അതേസമയത്ത് വഅഅതുകും ഫഅഖ്ലഫ്തുകും മൗഇദി, ഞാനും ഒരു വാഗ്ദാനം തന്നു, ആ വാക്ക് ഞാൻ ലംഘിക്കുകയും ചെയ്തു, വാക്കല്ലേ മാറ്റാൻ പറ്റൂ എന്ന് വളരെ സിമ്പിളായി കൈയൊഴിയുന്ന അവസ്ഥ. എന്നിട്ട് അവന്റെ വ്യക്തമായ പ്രഖ്യാപനം ഉണ്ടല്ലോ, മാ അൻതും ബിമുസ്രിഖിയ മാ അന ബിമുസ്രിഖ്, ഞാൻ നിങ്ങളെ സഹായിക്കുകയോ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ തുല്യ ദുഃഖിതരാണ് എന്ന് പറഞ്ഞ് കൈമലർത്താനേ സാധിക്കൂ. എങ്കിൽ പിന്നെ അവരാണ് പറഞ്ഞത്, അവര് പറഞ്ഞത് കേട്ടിട്ടാ ഞങ്ങൾ ഈ കുറ്റം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരുടെ മേലിൽ ചാരി രക്ഷപ്പെടാമെന്ന് ധരിക്കേണ്ടതില്ല.
അങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ഖറായിബുൽ ഖുർആൻ എന്ന തഫ്സീറിൽ കാണാം, റുവിയാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നഹാ നസലത്ത് ഫിൽ വലീദ് ബിനുൽ മുഗീറ. വലീദ് ബിനുൽ മുഗീറ എന്ന ഖുറൈശി പ്രമുഖനിലാണ് ഈ സൂക്തം അവതരിച്ചത്. ലമ്മാ കാല, അവൻ പറഞ്ഞപ്പോൾ. എന്താ പറഞ്ഞത്? ഉക്ഫുറു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദ് നബിയെ നിഷേധിക്കൂ, അലയ്യ ഔസാറുക്കും, അതിന് വരുന്ന കുറ്റങ്ങളൊക്കെ ഞാൻ ഏറ്റു, അതിന് വരുന്ന കുറ്റങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു, അതുകൊണ്ട് ഒന്നും ഭയപ്പെടണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചോളൂ, തള്ളിപ്പറഞ്ഞോളൂ എന്ന ആളുകളോട് പറഞ്ഞു. ഇവൻ ഏറ്റെടുക്കുമെന്ന് ധരിച്ച് കുറെ സാധുക്കൾ അത് നിബിധങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ അല്ലാഹു തആല ഒരു അർത്ഥശങ്കക്കും ഇടമില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്. എന്ത്? ഒരാൾ നന്നാവുന്നതിന്റെ ഗുണം അവനാണ്, അവൻ മോശമാവുന്നതിന്റെ ദുരിതം അവൻ തന്നെ പേറേണ്ടി വരും. എന്തുകൊണ്ട്? വലാ തസിറു വാസിറത്തുൻ, ഒരു കുറ്റവാളിയുടെ കുറ്റവും ഏറ്റെടുക്കില്ല, ഒരു കുറ്റവാളിയും ഏറ്റെടുക്കുകയില്ല, വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ കുറ്റം. ഒരാളുടെ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം, അതിന് ഞാനാണ് ഉത്തരവാദി എന്ന് ഇവൻ പറഞ്ഞാലും അതൊക്കെ ഭൂമിന്ന് വാചകം അടിക്കാമെന്നല്ലാതെ പരലോകത്ത് പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് കുറ്റം ചെയ്തവൻ തന്നെയായിരിക്കും. അപ്പൊ പിന്നെ ചെയ്യിച്ചവന് കുറ്റല്ലേ, ചെയ്യിച്ചവന് അതുമായിട്ടൊരു ബന്ധവുമില്ലേ എന്ന സംശയം സ്വാഭാവികമാണ്. അതിന് ഉള്ള മറുപടി എന്താ? ഒരു കുറ്റം ഒരാൾ ചെയ്യിച്ചാൽ ആ ചെയ്യിക്കുക എന്നൊരു കുറ്റം അവൻ ചെയ്യുന്നുണ്ട്, അതിനുള്ള കുറ്റാണ് അവൻ ഏറ്റെടുക്കുക, അല്ലാതെ ഇവൻ ചെയ്ത കുറ്റത്തിനുള്ളതല്ല. മനസ്സിലായോ? ഒരാളെ കുറ്റം ചെയ്യിപ്പിക്കുമ്പോ തെറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കുറ്റം ആര് ചെയ്യുന്നു? മറ്റവൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള ശിക്ഷയാണ് അവൻ ഏറ്റെടുക്കേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രേരണ കൊണ്ട് മറ്റൊരാൾ വഴിതെറ്റുമ്പോൾ പ്രേരിപ്പിച്ചവൻ പ്രേരിപ്പിക്കുക എന്നൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, അതിന്റെ ശിക്ഷയാണ് അവൻ ഏറ്റെടുക്കുക. ആ ശിക്ഷ അല്ലാഹു അവന് കൊടുക്കും. പക്ഷെ അവൻ ആ ശിക്ഷ കൊടുത്തു എന്നതുകൊണ്ട് തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടില്ല എന്ന് മനസ്സിലാക്കരുത്. ചെയ്തതിന്റെ ശിക്ഷ ഇവൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെയാണ് എല്ലാ സംഗതിയും. ഒരു നന്മക്ക് നമ്മൾ പ്രേരണയായാൽ ആ ചെയ്തവന്റെ കൂലി കുറയാതെ തന്നെ നമുക്ക് അല്ലാഹു കൂലി തരുമെന്നല്ലേ നിബിധങ്ങൾ പറഞ്ഞത്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിലൊരു നല്ല രീതി ഒരാൾ നടപ്പാക്കിയാൽ അതിന്റെ കൂലി അവന് ലഭിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂലിയും ലഭിക്കും. എന്ന് പറഞ്ഞാൽ അവരതിന് പ്രവർത്തിക്കാൻ കാരണക്കാരനാവുക എന്ന ഒരു നന്മ ഇവനിലുണ്ട്, ഈ നന്മയുടെ കൂലി അവന് കിട്ടുക. ചെയ്തവന്റെ കൂലി കുറയാതെ നബിസല്ലല്ലാഹു. അപ്പൊ ആ ചെയ്തവന്റെ കൂലി ഓൻ തന്നെ കിട്ടണത്. അതേപോലെ തന്നെ ഒരു കുറ്റം ഒരാൾ പ്രേരിപ്പിച്ചു, മറ്റൊരാൾ ചെയ്തു, ചെയ്തതിന്റെ കുറ്റം ചെയ്തവന് കിട്ടും, പ്രേരിപ്പിച്ചതിന്റെ കുറ്റം ഇവനും കിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, ഒരാൾ ഇവിടെ ഈ ലോകത്ത് ജീവിച്ചു, ഒരു മുഅ്മിനായി അവൻ ജീവിച്ചു, എന്നിട്ട് അവൻ അങ്ങ് മരിച്ചു. ആ മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഹൈറാത്തുകൾ ചെയ്ത് ഹദിയ ചെയ്തു, ഒന്നുകിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്തു, അല്ലെങ്കിൽ സദക്ക ചെയ്തു ഹദിയ ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നന്മകൾ ചെയ്ത് ഹദിയ ചെയ്തു. ആ ഹദിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹം ഈ ചെയ്തതിനുള്ള പ്രതിഫലത്തിന്റെ ഒരു സമാനമായിട്ടുള്ള പ്രതിഫലം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം അവൻ വിശ്വാസിയാവുക എന്നൊരു സംഗതി അവനിലുണ്ടായി. അപ്പൊ പിന്നെ മറ്റു വിശ്വാസികൾ അവരിന് എന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്യുമ്പോൾ, പ്രതിഫലങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള അവസരം അല്ലാഹു തആല അവന് നൽകും. അപ്പൊ അത് ആ അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഇത് ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരാൾ ശുപാർശ ഒന്നും ഫലിക്കൂല എന്നൊക്കെ ഈ ആയത്ത് കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില സാധുക്കളുണ്ട്. ആണോ? വലാത്തതും വാസനത്തും വിസറോഹ, ഒരാൾ മറ്റൊരാളെ കുറ്റം ഏറ്റെടുക്കൂല എന്നല്ലേ പറയണേ. അതുകൊണ്ട് നമ്മൾ മറ്റാരെങ്കിലുമൊക്കെ നമുക്ക് ശുപാർശ ചെയ്ത് രക്ഷിക്കുന്നതും വിചാരിച്ച് കാത്തിരിക്കണ്ട, അങ്ങനൊന്നുമില്ല. അത് മറ്റൊരു സംഗതിയാണ്. ശുപാർശ ചെയ്യുക എന്ന സംഗതി മറ്റൊന്നാണ്. അത് അല്ലാഹു തആല അവൻ അനുവാദം നൽകുന്നവർക്ക് അതിനുള്ള വലിയ ചാൻസ് നൽകുന്നുണ്ടെന്ന് നേരത്തെ പലവട്ടം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ആയത്തും ഇതും തമ്മിൽ വൈരുദ്ധ്യമല്ല, അത് മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട അബൂ സഊദ് അവിടുത്തെ തഫ്സീറിൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസനതൻ യകുൽ ലഹു നസീബുൻ മിൻഹാ
വമൻ യശ്ഫഅ ശഫാഅത്തൻ സയ്യിഅത്തൻ യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ. ഒരു നല്ല ശുപാർശ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലത്തിന്റെ ഒരു അംശം അവൻ ലഭിക്കും, ചീത്ത ശുപാർശയാണ് നടത്തുന്നതെങ്കിൽ കുറ്റത്തിന്റെ ഒരു അംശവും ലഭിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പറയുന്നത് എങ്ങനെ ശരിയാവും? അത് മറ്റുള്ളവരുടേത് നമ്മൾ ഏറ്റെടുക്കുന്ന രീതി തന്നെയല്ലേ അവിടെ വരിക എന്ന ഒരു ചോദ്യം അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അബൂ സുഊദ് റഹിമഹുല്ല അവിടെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, അവിടെ രണ്ടുപേരും ഏറ്റെടുക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ കുറ്റം അത് അവർ ചെയ്യുന്ന ഒരു റെക്കമെൻഡ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടല്ലോ, അതിന്റേതാണ്. അതെന്ന് പറഞ്ഞാൽ ഞാനൊരു കുറ്റം ചെയ്തു, ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞ് ആര് രംഗത്ത് വന്നാലും എന്റെ കുറ്റത്തുനിന്ന് ഞാൻ ഒഴിവാകൂല, എനിക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടും. അത് മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാണെങ്കിൽ പ്രേരിപ്പിച്ചവന് പ്രേരിപ്പിക്കുക എന്നതിനുള്ള കുറ്റവും കിട്ടും. എന്നല്ലാതെ ഓന് കുറ്റം കിട്ടിയോണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ധരിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മയ്യത്ത് എന്റെ ആൾക്കാർ കരഞ്ഞാൽ മയ്യത്തിന് ശിക്ഷ കിട്ടും. നാം ഖുർത്തുബി റളിയല്ലാഹു വിശദീകരിക്കുന്നുണ്ട് ഇവിടെ. മയ്യത്തിന്റെ ആളുകൾ കരഞ്ഞാൽ മയ്യത്തിന് കുറ്റം കിട്ടുന്ന ഒരു ഹദീസിലുണ്ടല്ലോ, ഉണ്ട്. ആ ഹദീസ് പക്ഷെ വ്യാപകമായ അർത്ഥത്തിലാണോ? അല്ല, മറിച്ച് അവിടെ എന്താണ്, മയ്യത്ത് ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി കരയണമെന്ന് വസിയ്യത്ത് ചെയ്യുകയോ, ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ആ വിധത്തിലൊക്കെ ഉള്ള സംഗതികൾ ഉണ്ടാക്കണം എന്നറിയുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് പ്രോത്സാഹനം നൽകുക എന്ന അല്ലെങ്കിൽ വസിയ്യത്ത് ചെയ്യുക എന്നൊരു കുറ്റം ചെയ്തുകൊണ്ടാണ് അയാൾക്ക് കുറ്റം കിട്ടുന്നത് എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിനോട് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ നാം ജനങ്ങളെ ശിക്ഷിക്കുന്നതല്ല. ഇത് വ്യാപകമായ അർത്ഥത്തിൽ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ബാധകമാണോ അതല്ല ദുനിയാവിലേക്ക് മാത്രം ബാധകമാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട്. ഒരു വീക്ഷണം ദുനിയാവിലേക്കും ബാധകമാണ് ആഖിറത്തിലേക്കും ബാധകമാണ് എന്നാൽ ആ വ്യാപകമായ അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നതിനെ ധാരാളം മുഫസ്സിറുകൾ ഇമാമുകൾ സപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് അല്ലാഹു തആല തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ വംശനാശം വരും വിധത്തിൽ ശിക്ഷിക്കുക എന്നതുണ്ടാവണമെങ്കിൽ ആദ്യം അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ച് അവരുടെ ഇടയിൽ സമുദ്ധാരണ പ്രവർത്തനം നടത്തണം. അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി വിശദീകരിച്ചു കൊടുക്കണം. ആ വിശദീകരണം കിട്ടുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനം അതവർക്ക് നൽകുന്നതിന് മുമ്പ് അവർ തെറ്റു ചെയ്തതിന്റെ പേരിൽ അവരെ വംശനാശം വരും വിധത്തിൽ ശിക്ഷിക്കില്ല എന്നാണ് ഒരു നിരീക്ഷണം. മറ്റൊരു നിരീക്ഷണം ദുനിയാവിൽ അങ്ങനെ ശിക്ഷിക്കില്ല എന്നു മാത്രമല്ല അത്തരം ഒരു വിവരം ലഭിക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അള്ളയും റസൂലുണ്ട്, ഇസ്ലാം ദീനുണ്ട്, ഖബറുണ്ട്, മഹ്ശറുണ്ട്, ഇതൊന്നും ഇങ്ങനത്തെ ഒരു വിവരമൊന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരാൾ താമസിച്ചു, അയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. എന്നാൽ പരലോകത്താൾ വിശ്വാസിയായി സൽക്കർമ്മം ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കില്ല എന്ന വ്യാപകമായ അർത്ഥം അത് പരലോകത്തേക്ക് കൂടി ബാധകമാണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അബൂ ഹയ്യാൻ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വൻസിഫാഉ തഅദീബി അഅമ്മു മിൻ അൻ യകൂന ഫിദ് ദുനിയ ബിൽ ഹലാക്കി വഗൈരിഹി മിനൽ അദാബി ഔ ഫിൽ ആഖിറതി ബിന്നാർ. ഈ ശിക്ഷിക്കൂല, പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് വരെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞത് അത് ദുനിയാവിൽ നശിപ്പിക്കുക എന്നതിലേക്ക് മാത്രം ചുരുക്കാതെ അല്ലെങ്കിൽ ആഖിറത്തിൽ ശിക്ഷിക്കില്ല എന്നതിലേക്ക് മാത്രം ചുരുക്കാതെ ഇത് രണ്ടിനെയും ഉൾക്കൊള്ളിക്കുന്ന വ്യാപകമായ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കലാണ് വേണ്ടത്. ഫഹുവ യശ്മലുഹുമ, അതുകൊണ്ട് ദുനിയാവിലെ ശിക്ഷയെയും ആഖിറത്തിലെ ശിക്ഷയും അത് ഉൾക്കൊള്ളിക്കും എന്ന് അബൂ ഹയ്യാൻ അവിടുത്തെ ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്മാരെ നിയോഗിച്ച് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുന്നതിന് മുമ്പ് നമ്മൾ ആരെയും ശിക്ഷിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ സമുദ്ധാരണ പ്രവർത്തനം നടക്കാത്ത ചില കാലഘട്ടങ്ങൾ, നബി സല്ലല്ലാഹു തങ്ങളുടെ മാതാപിതാക്കളൊക്കെ വരുന്ന ഘട്ടം, അതാ ഫത്രത്തിന്റെ ഘട്ടം എന്നാണ് അതിന് പറയാം. അതായത് പ്രവാചകന്മാർ വരാത്ത ഇടവേളകൾ, ആ ഇടവേളകളിലുള്ള ആളുകളൊന്നും കുറ്റത്തിന് അർഹരല്ല, ശിക്ഷക്ക് അർഹരല്ല. കാരണം അവരെക്കുറിച്ച് കാഫറുകൾ, നിഷേധികൾ എന്ന് പറഞ്ഞുകൂടാ. കാരണം എന്താ, എന്തിനെ നിഷേധിച്ച്? ഒരു പ്രവാചകൻ കൊണ്ടുവന്ന ആശയത്തെ നിഷേധിക്കണ്ടേ, അതിനെ നിരാകരിക്കണ്ടേ? അങ്ങനെ ഒരു സംഗതി അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മുത്തനബിന്റെ മാതാപിതാക്കളെയൊക്കെ കുറ്റവാളികളാക്കി നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ വെമ്പൽ കൊള്ളുന്ന ചില
ദോഷേകദൃക്കുകളായ സാധുക്കൾ അവരോടൊക്കെ ഒരു ആ നിലപാടിൽ നിന്ന് പിന്മാറാനുള്ള ഉത്ബോധനം കൂടി ഇതിന്റെ ഭാഗമായി പരിഗണിക്കണമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകം നമ്മളിവിടെ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.